മകൾ അതെങ്ങനെ ദുഃഖമാവുന്നത്? ഷെറിലിന്റെ ഒരു മോളുണ്ട്. ഉണ്ട്, പക്ഷെ അവളെ ഓർത്തിട്ട് അങ്ങനെയുള്ളൊരു വിഷമം എനിക്കില്ല. കാരണം അവളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയുടെയും എൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പിയും സന്തോഷമാണ് എൻ്റെ മോൾക്ക് അവിടെ. അപ്പൊ അതുകൊണ്ട് അവളെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല. കാരണം ഞാൻ എപ്പോഴും അവിടെയും ഇവിടെയും ആയിട്ടാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇവിടെ ആയിട്ട് ഒതുങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് അവിടെ വിഷമമാണ്. കാരണം ഞാൻ ഇപ്പൊ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ടാക്കി, ഇപ്പൊ എക്സാം നടക്കുന്നു, പിന്നെ നെക്സ്റ്റ് ഇനിയിപ്പോ ഒരു 3 months കഴിയുമ്പോൾ ഞാൻ വീണ്ടും പോകും. അപ്പൊ അവളുടെ കൂടെ കുറച്ച് ദിവസം വെക്കേഷൻ ആകുമ്പോ ഇങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വിഷമമില്ല. വികാസ് സ്വന്തം മോളെ പോലെ തന്നെ അവളെയും എന്താ മോളുടെ പേര്? മോളെ പേര് വൈഗ. എത്രയായി? മോളെ ഇപ്പൊ 5ൽ പഠിക്കുന്നു. ഓക്കെ. അപ്പൊ മോള് അവിടെ കൊല്ലത്താണോ? അല്ലല്ല, ഒമാനില. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്, അപ്പം ഞാനും അവിടെ ആയിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലും മലയാളികൾക്കും ഏറെ സുപരിചിതയായ രണ്ടുപേരാണ് വികാസ് വിക്കേസും ഭാര്യ ഷെറിനും. സ്വന്തം ഭാര്യയെ വരെ വിവാഹത്തിന് അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് വികാസ് ശ്രദ്ധ നേടുന്നത്. മാത്രമല്ല പഞ്ചരത്നങ്ങളെ ഒരുക്കിയതും വികാസാണ്. ഒരു സമയത്തിന് ശേഷം സിനിമാ നടിമാരുടെയും നടന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും അങ്ങനെ വേണ്ട സിനിമാ സീരിയൽ രംഗത്തെ എല്ലാ ഫംഗ്ഷൻസിനും വികാസ് വിക്കേസ് എന്നൊരു പേര് കേൾക്കാൻ തുടങ്ങി. ഏറ്റവും മാറ്റ് ഫിനിഷുള്ള മേക്കപ്പ് 35 ലക്ഷം രൂപയുടെ മേക്കപ്പ് ബോക്സ് തന്റെ കയ്യിലുണ്ട് എന്ന് വികാസ് ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. വികാസിന്റെ വിവാഹവും ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരില്ല, ആദ്യം ഒരാള് 1 by 1. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങോട്ട് മനസ്സ് തുറന്നു ഉണ്ടോ ചോദിക്കാം. ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ തമ്മിൽ. ഞാൻ ഇതിനകത്ത് ഈ പിക്ചറിൽ ഞാനില്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെത് മാത്രം ശരിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല, ദർ ഷുഡ് ബി എല്ലാ വ്യൂ പോയിന്റ്സും നോക്കണം എന്ന് എനിക്കറിയാം. അപ്പം പറയാം, കമന്റ് ചെയ്യാൻ തിരിച്ച് സംസാരിച്ചോളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, കഴിഞ്ഞോ? ഇത് ശരിയല്ല രമ്യ. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇന്ന് വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വെള്ളം കുടിപ്പിച്ചോ? ഓ, ഇതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ എനിക്ക് തന്നെ ഏറ്റവും വിളവെടുപ്പുള്ള രണ്ടും വേണം. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. ഇനി അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പരസ്യമായിട്ട് ക്ഷമ ചോദിക്കും. അങ്ങനെ ക്ഷമയൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞാൻ കാര്യകാരണങ്ങളില്ലാതെ ഒരാളെ വിഷമിക്കാൻ ശ്രമിക്കത്തില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ ഒളിച്ചു വെച്ച് പെരുമാറാറില്ല. ഓക്കെ, അതിപ്പോ തന്നെ നമുക്ക് ആ റൗണ്ടിൽ നിന്ന് അറിയാം. വളരെ ജെനുവൻ ആയിട്ട്, വളരെ ഇതായിട്ടാണ് എല്ലാം. ഓക്കെ, ഇനി അടുത്തത് വികാസിന്റെ അടുത്തത്. ഷെറിന്റെ തന്നെ രണ്ടാമത്തെ പറഞ്ഞു. നീ എനിക്ക് തന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം അത് എന്ന് വെച്ചാൽ ഞാൻ വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? ആ ഗിഫ്റ്റിനെ നിങ്ങൾ എനിക്ക് തന്നു, നീ എനിക്ക് തന്നു. അത് ഇപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറയുമ്പം നാരായണി തന്നെ. അതിൽ വലിയ വിലപിടിപ്പുള്ള ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഇനി എനിക്ക് കൊടുക്കാൻ പറ്റത്തൂല. അവള് തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. വെരി ട്രൂ. ഓക്കെ, ഇനി വികാസിന്റെ. താങ്ക്സ് ഫോർ ദാറ്റ്. എന്നിൽ നിനക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും സോറി പറയും. കറക്റ്റ് ആണോ? എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം എന്നോട് ഒരു 5 മിനിറ്റിനകം സോറി പറയാറുണ്ട്. അങ്ങനെ കൂട്ടുകൂടും. ഞാനാണ് അന്നേരം ഇച്ചിരി മസിൽ പിടിക്കാറുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അത് വലിയൊരു ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും സോറി പറയാൻ വളരെയധികം ഈഗോ ഉള്ള മനുഷ്യരാണല്ലോ നമ്മുടെ ഇപ്പോഴിവിടെ. ആ ഒരു ഈഗോയിസ്റ്റിക് ഇതിൽ ആരും പറയില്ല. ചിലർക്കറിയാം എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാലും ഈഗോ കാരണം അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു മനസ്സാണ് കേട്ടോ വികാസ്. തിരിച്ചും അങ്ങനെയാണ്, ഷെറിലും സോറി. പക്ഷെ എപ്പോഴും നമ്മളൊരിക്കലും ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് വരില്ല. നമ്മൾ 2 കൈ കൊണ്ട് തന്നെ അടിക്കണം സൗണ്ട് വരാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. ബിക്കോസ് ഇതിപ്പോ എന്റെ 2ാമത്തെ ജീവിതമാണ്. അപ്പൊ ആദ്യത്തെ ജീവിതം എനിക്ക് പാഠപുസ്തകമായിരുന്നു.
അപ്പം നമ്മൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാന്ന് നമ്മൾ പഠിച്ചു. അല്ലാതെ അവിടെ അതിൻ്റെ ഒരു റിപ്പീറ്റ് കോപ്പി പേസ്റ്റ് അല്ലല്ലോ നമുക്കിവിടെ വേണ്ടത്. അപ്പം ഞാനതെനിക്ക് പൂർണ്ണ ബോധ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ചിലപ്പോൾ നമ്മൾ ഓരോ നിമിഷം നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നേരത്തെ ഷെറിൽ പറയുന്നത് ഞാൻ വർക്കിൽ ടെൻസ്ഡ് ആയിരിക്കും, വേറെ പല ടെൻഷനിലും ആയിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ എടുത്ത് എന്തെങ്കിലും പറയും, പക്ഷെ ആ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ അതങ്ങനെ പറയേണ്ടിയിരുന്നില്ല. സോ ഞാനത് അപ്പം തന്നെ ഞാൻ സോറി പറയും, അത് ഞാൻ ഡിലേ ആക്കത്തില്ല. വികാസിന്റെയും ഭാര്യയുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. വികാസിന്റെ ഭാര്യ ഷെറിന്റെ വിവാഹശേഷമുള്ള വിശേഷങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വികാസ് വിക്കേസിന്റെയും രണ്ടാം വിവാഹമായിരുന്നു, ഷെറിന്റെയും രണ്ടാം വിവാഹമായിരുന്നു. ആദ്യ വിവാഹത്തിൽ ഷെറിന് ഒരു മകളുണ്ട്. ഈ മകളെയും ഷെറിൻ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. കുറച്ചുനാൾ ഷെറിന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഷെറിന്റെ ആദ്യത്തെ മകൾ കഴിയുന്നത്. വെക്കേഷൻ സമയത്തെല്ലാം മകളെ ഒപ്പം കൂട്ടാറുണ്ടെന്നും മകളെയും തനിക്കൊപ്പം തന്നെയാണ് നോക്കുന്നതെന്നും ഷെറിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഷെറിന്റെ മകളെക്കുറിച്ച് വികാസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയായി മാറുന്നത്. എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ്, അച്ഛന്മാരുടെ മാത്രം ഒരു ട്രേഡ് മാർക്കിലേക്ക് കൊണ്ടുവരും. എന്തായിരുന്നു എന്റെ പാട്ട്? അച്ഛന്റെ താമര പെണ്ണല്ലേ പെണ്ണല്ലേ, അതെങ്ങനെ പാടുന്നേ? അച്ഛന്റെ താമര പെണ്ണല്ലേ, സുന്ദരി താമര പെണ്ണല്ലേ, താമര പൂവിന്റെ കണ്ണല്ലേ, പൊന്നും കുടത്തിന്റെ മുത്തല്ലേ. അപ്പൊ മുത്ത് കൊടുക്ക. അപ്പത്തേക്ക് മോൾ ഉറങ്ങും. നമുക്ക് ആ പാട്ട് അറിയാം. ആണോ? ഞാൻ ഫോണിൽ കൂടെ ഒക്കെ പാടുമ്പോ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ നോക്കും. നാരായണക്കിളി പെണ്ണല്ലേ, നാരായണക്കിളി പെണ്ണല്ലേ. ഓക്കെ. എന്തെങ്കിലും എന്താ മോളപ്പൊ എന്നും ഉറങ്ങുന്നത് ഷെറിലിന്റെ, അല്ലെങ്കിൽ മോള് പെട്ടെന്ന് ഉറങ്ങുന്നത് ഷെറിലിന്റെ പാട്ട് കേട്ടിട്ടാണോ അച്ഛന്റെ പാട്ട് കേട്ടിട്ടാണോ? പാടി കേട്ടിട്ടേ ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ബാബാബോ നമ്മുടെ പഴയ പാട്ട് അത് പാടിയിട്ടാണ് ഓർക്കാറുള്ളത്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മുടെ താമരക്കുട്ടി എണീറ്റിട്ടുണ്ട്, അവളുടെ ശബ്ദമാണ് നമ്മളിടയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പെട്ടെന്ന്. കുഞ്ഞ് ജനിച്ച ദിവസം ഏതായിരുന്നു? ഡേ ഏതാന്നാണ് എഴുതേണ്ടത്. ഡേറ്റ് എഴുതരുത്, ഡേ. അവളുടെ ചാടി വികാസ് പെൺ തുറന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ചാടി എണീറ്റിട്ട് ആ ഡേറ്റ് എഴുതാൻ പോവുകയായിരുന്നു. ഡേറ്റ് അല്ല, നമുക്ക് ആ ദിവസമാണ് കാണേണ്ടത്. ഷെറിൽ നോക്കി. ഇല്ല, ഞാൻ ഡേറ്റ് എഴുതിയിട്ടുള്ളൂ. ഡേറ്റ് അല്ല, ദിവസം. ആ ഡേ ആണ് അറിയേണ്ടത്, ഏത് ഡേ ആണ്. എനിക്ക് ഒരു പിടിയില്ല. ഡിസംബർ 20 ആണെന്ന് എനിക്ക് അറിയത്തുള്ളൂ. ആണ്, ഡേ അറിയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഡിസംബർ 20 സൺഡേ ആണ് മോൾ ഉണ്ടായത്. ആയിരുന്നു സൺഡേ? അറിയില്ല, ഞാനൊരു ഊഹം വെച്ചത്. ആണോ? അപ്പോൾ അത് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഡിസംബർ 20 2023 അപ്പം അതറിയില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും പനിഷ്മെന്റ് എടുത്തിരിക്കുകയാണ്. ഏത് പാട്ടാന്നറിയോ? അടുത്ത ഏത് പാട്ട് കൊടുക്കണം? ഡിസംബർ 20 സൺഡേ അല്ല, അങ്ങനെ അച്ഛനും തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. സൺഡേ എന്ന് വിചാരിക്കാൻ കാര്യം അന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ പൊതുവില് കല്യാണം നടക്കുന്നത് സൺഡേ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതൊരു സൺഡേ അല്ല, വെനസ്ഡേ ആണെന്ന് ഇപ്പൊ നിങ്ങൾ കാരണം ഞാനത് മനസ്സിലാക്കി. ഇനി എന്റെ ലൈഫ് ഒരിക്കലും മറക്കത്തില്ലല്ലോ. അത് എന്ത് ദിവസമായിരുന്നു മോളുണ്ടായിരുന്നു, ഇനി ഈ അച്ഛനും അമ്മയും മറക്കില്ല. ഓക്കെ, അപ്പോൾ അടുത്ത പനിഷ്മെന്റ് രണ്ടുപേരും കൂടെ അങ്ങ് ഇരുകയും നീട്ടി സ്വീകരിച്ചോളൂ. രണ്ടുപേരും പൊട്ടത്തെറ്റാണ് പറഞ്ഞതുള്ളത്. രണ്ടുപേരും പനിഷ്മെന്റ് ചെയ്യണം. എന്താണെന്നറിയോ? പാർട്ട്ണറിനെ കുറിച്ച് പുകഴ്ത്തി പറയുക. വികാസ് ഷെറിലിനെ കുറിച്ച് പുകഴ്ത്തി ഇങ്ങനെ പൊങ്ങച്ചമായിട്ട് വേണം പറയാൻ. ഓക്കെ, അതേപോലെ ഷെറില് നേരെ തിരിച്ച് വികാസിനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോ, ഫേസ് ടു ഫേസോ അല്ലെങ്കിൽ എന്നെ നോക്കിട്ടോ, എങ്ങനെയാണെന്ന് വെച്ചാൽ. പുകഴ്ത്തി പറയുന്ന എന്റെ ഭാര്യ എന്നോട് പറയുന്നതായിട്ട് പറഞ്ഞോളെ. ഞാൻ പുകഴ്ത്തി, അവള് പൊങ്ങച്ചം പറയാം. രണ്ടുപേരും പൊങ്ങച്ചായിട്ട് തന്നെ പുകഴ്ത്തിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയാം, പക്ഷെ പൊങ്ങച്ചം പോലെ. അല്ല, ഞാൻ ആദ്യം പറയാം. എന്നാ പറയൂ, വികാസ് എന്നെ നോക്കി പറഞ്ഞു. പൊക്കി പറയാന്ന് വെച്ചാൽ എന്റെ വൈഫ് നല്ലൊരു കുക്കാണ്. അവളുടെ ഫുഡിന്റെ ഓളം അത്രയും ടേസ്റ്റ് ആയിട്ട് ഞാൻ വേറെ ആരും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. ഞാൻ അത് സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റി. ഓരോ ദിവസവും ഡിഫറെന്റ് ഇറ്റ്സ് ട്രൂ ഓൾസോ. കാര്യം കുറച്ച് പൊങ്ങച്ചാണെങ്കിലും അതിനകത്ത് സത്യം തന്നെയാണ് കാര്യം. നല്ല നല്ല ഫുഡ്സ് ആണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാമിലിക്കും എല്ലാം എവറിബഡി വാസ് ടോക്കിംഗ് അബൌട്ട് ഹർ ഫുഡ്. അവൾക്ക് കുറെ ഫുഡ് ഫാൻസും ഉണ്ട്. കാര്യം എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലും ഫുഡ് ഫാൻസ് ഉള്ളത് എൻ്റെ വൈഫിനാണ്. കാര്യം അത് ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയുന്നതാണല്ലോ ഏറ്റവും വലുത്. മതിയോ? ഇനി ഷെറിലിന്റെ ടേൺ ആണ്. ഷെറിൽ പറയൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഭയങ്കര അഭിമാനിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ആർക്ക് മേക്കപ്പ് ചെയ്താലും നമ്മളിപ്പോൾ കാണുന്ന കണക്കല്ല, ഭയങ്കര ഒരു അവർ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കും. അപ്പം പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പം എല്ലാവരും എന്നോട് പറയും ഇതുപോലെ വികാസേട്ടൻ എന്ത് ചെയ്യും, വികാസേട്ടൻ്റെ വൈഫല്ലേ മോള്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ മേക്കപ്പിനെ കുറിച്ചാണ് ആൾക്കാർ കൂടുതൽ. ഞാൻ ഒറ്റയ്ക്ക് പോയാലും പുള്ളിക്കാരന്റെ മേക്കപ്പിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഭർത്താവ് ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് സ്റ്റെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതിനപ്പുറം
ഇനി എങ്ങനെ ഇതാക്കി പറയുന്നതാണ് വികാസ് ഇങ്ങനെ ഇനി എന്നെ കുറിച്ച് അവള് പൊക്കി പറയട്ടെ, ഇനി എന്നെ കുറിച്ച് അവള് പൊക്കി പറയട്ടെ. സുഖിച്ചിരിക്കായിരുന്നു. മതി ചോദിച്ചത് കേട്ടോ. മതി മതി മതി, റെഡി ആയിക്കോ അടുത്ത ചോദ്യത്തിന് ആൻസർ എഴുതാനായിട്ട്. ഇനിയും ഉണ്ടോ ഇങ്ങനത്തെ പണിഷ്മെന്റ്? ഇത്തരത്തിലുള്ള എന്താ മനോഹരമായ പനിഷ്മെന്റ് പുറകെ എത്തും.